ഓണത്തിനും വിഷുവിനും പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. നേന്ത്രപ്പഴമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 4 നേന്ത്രപ്പഴമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 2 വലിയ തേങ്ങയുടെ ചിരകി വെച്ചതാണ്. ഇത് ഈ ചെറിയൊരു പാത്രത്തിൽ നിറയെ തേങ്ങ മുറിച്ചിട്ടത്, 5 ശർക്കര അച്ച്, വലിയ അച്ചാണ്. ഇത് തേങ്ങയുടെ 1-ാം പാല്. 2-ാം പാലും 1-ാം പാലും എടുക്കണം. പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ആവിയിൽ വേവിക്കണം നമ്മൾ. പിന്നെ ശർക്കര അതേ സമയം കൊണ്ട് തന്നെ ശർക്കര ഉരുക്കാനും വെക്കുക. 2 ഒരേ സമയം ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ശർക്കര മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഈ പഴം അതിൽ ചേർത്ത് ഒന്ന് ജ്യൂസ് ആക്കണം. അതിനായി പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ജ്യൂസാക്കിയതിന് വയ്ക്കുക. ഒരു ഓടിൻ്റെ ഉരുളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു. ഈ മുറിച്ച് വച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് അതിലിട്ട് ഒന്ന് വറക്കണം. അതൊരു ഇളം ബ്രൗൺ കളറാവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി വയ്ക്കുക. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു പായസമാണ്. ചൂടായ നെയ്യിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പഴം ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്ന, അടിയിലൊന്നും പിടിക്കാതെ ഇളക്കുക. ഇത് നന്നായി ഇതുപോലെ തിളച്ച് കുറുകി വരുമ്പം 2-ാം പാലാണ് ചേർക്കേണ്ടത്. തേങ്ങയുടെ 2-ാമത്തെ പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ആ മധുരമൊക്കെ അതിലേക്ക് പിടിക്കണ വരെ ഇളക്കണം. പിന്നെ ചേർക്കേണ്ടത് 1-ാം പാലാണ്. ഈ പരുവാകുമ്പം 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്ത് ഒന്നും കൂടി ഇളക്കുക. കുറേ സമയം ഇളക്കാൻ പാടില്ല. അപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഇളക്കുക. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു 1/4 ഭാഗം, ആ ടിന്നിൻ്റെ 1/4 ഭാഗം മിൽക്ക് മെയ്ഡാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം തിളച്ച് വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് വറുത്തതെല്ലാം കൂടി ഇതിൽ ചേർക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് ഏലക്കായ പൊടിച്ചതാണ്. ഏലക്കായ പൊടിക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. പഞ്ചസാരയും കൂട്ടി പൊടിച്ച് ഏലക്കായ പൊടിച്ചത് 2 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. പെട്ടെന്നാണ് ഈ പായസം, അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്.